ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലടക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ തന്നെ കാണാനില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കണ്ടുകിട്ടിയപ്പോഴും അദ്ദേഹം വാ തുറക്കാൻ തയ്യാറല്ലായിരുന്നു. സാധാരണ അതിഗംഭീരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്ന ഒരു എം പി ആണിത്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. പലപ്പോഴും അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ടുമില്ല, സാധാരണക്കാരനായി മാറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് നികേഷിനോട് അടിച്ചുകൊണ്ടിരുന്ന പോലെയുള്ള ഡയലോഗുകളൊക്കെ തന്നെയാണ് അദ്ദേഹം പിന്നീട് പല മാധ്യമ പ്രവർത്തകരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആളാകാൻ വരരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിനുശേഷം ഒരു പെൺകുട്ടിയുടെ ചുമലിൽ ഇദ്ദേഹം കൈവച്ചതുമായിട്ടുണ്ടായ വിവാദവും, അതിനുശേഷം ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് വലിയ തോതിൽ അദ്ദേഹം മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതും, അവിടെ തന്നെ അദ്ദേഹം ഇത് വാർത്താ കച്ചവടക്കാരൻ അല്ലേ എന്ന് പറഞ്ഞ് നികേഷ് കുമാറിനെയൊക്കെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന പല രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള ഡയലോഗുകൾ പലപ്പോഴും അടിക്കാറുണ്ട്. പല വിവരക്കേടുകളൊക്കെ പറയുന്നുണ്ട്. 1000 പഞ്ചായത്തുകൾ കേരളത്തിൽ അദ്ദേഹം എടുക്കുമെന്നും, പിന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൃശ്ശൂരിങ് എടുക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും വളരെ അതിശയോക്തിപരമായിട്ടുള്ള ഡയലോഗുകൾ സിനിമയിലെ കഥാപാത്രത്തെ പോലെ അടിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷേ അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്ന ഒരാൾ ഏതാണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മൗനം അവലംബിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ വലിയൊരു കനമുണ്ടായിരുന്നു നടന്നു പോകുമ്പോൾ. കാരണം ഞാനൊന്നും മിണ്ടില്ല എന്ന് പറയുന്നൊരു വാശി. അതിനുശേഷം ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് തടി കഴിച്ചിലാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ആത്മവിശ്വാസം കുറച്ചത് വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നാളെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പത്രസമ്മേളനം നടത്തും, അവിടെ പോയി നിങ്ങൾ ചോദിക്കുമെന്നാണ്. പ്രിയപ്പെട്ട സുരേഷ് ഗോപി അവിടെ പോയി ചോദിച്ചു, ഒരു ഉത്തരവും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ മറ്റേ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലെയുള്ള ഉത്തരങ്ങളാണ് കിട്ടിയത്. ഓലക്കെന്താ വില എന്ന് ചോദിക്കുമ്പോൾ ആലുവക്ക് പോണേണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. താങ്കളുടെ ഡയലോഗ് കേട്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് എന്തോ മഹത്തരമായ ഉത്തരങ്ങൾ കിട്ടുമെന്നാണ്. ഒരു ഉത്തരവും കിട്ടിയില്ല. രണ്ടാമത്തത്, സുരേഷ് ഗോപി വ്യക്തിപരമായി തന്നെ മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ചേർത്തിട്ടുള്ള വോട്ട് തന്നെ തൃശ്ശൂരിൽ ഒരു കള്ളവോട്ടാണെന്നും അതില്ലാത്ത മേൽവിലാസത്തിലാണെന്നും പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിയുടെ അനിയനും അനിയൻ്റെ ഭാര്യയും ഇതുപോലെ വോട്ട് ചേർത്താണെന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബം തന്നെ താൽക്കാലികമായി ഇങ്ങോട്ട് വോട്ട് ചേർക്കുകയും പിന്നീട് ഇവിടെ നിന്ന് തിരിച്ചുപോയി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇതെല്ലാം തന്നെ അങ്ങേയറ്റം ധാർമ്മികമായി തെറ്റാണ്. പക്ഷേ ഇത് പറയാൻ നാക്കില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ മകൻ്റെ അഭിനയം ഗംഭീരമായി കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ JSK എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയും ഒക്കെ കണ്ടു. യഥാർത്ഥത്തിൽ ആ സിനിമയൊക്കെ പുറത്തിറക്കണം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. നാട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അത് പുറത്ത് വിടണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനേക്കാൾ വലിയ ദുരന്തമായി എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ പേര് കുമ്മാട്ടിക്കളി എന്നാണ്. ആ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമയിൽ ഈ മകൻ പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അത് കേട്ടാൽ നമ്മൾ ചിരി വരും. ഇപ്പം അത് പാട്ടൊക്കെ ആയി പാരഡിയായി പോലും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്നൊക്കെ പറയുന്ന ചില വാചകങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ എന്തിനാടാ കൊന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്ന വാചകങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. അത്തരത്തിലുള്ള ഒരു കുമ്മാട്ടിക്കളി കൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം നടത്തി. നിങ്ങൾ അവിടെ പോയി ചോദിക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യൂ, സുപ്രീം കോടതിയിലേക്ക് പോകൂ, അവിടെ പോയി ചോദിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം സ്പൈസി ആയിട്ട് ഒരു വാക്കുകൂടി ചേർത്തു, ചില വാനരന്മാർ ചില ഉന്നയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ട സുരേഷ് ഗോപിയുടെ ഒരു കുമ്മാട്ടിക്കളിയായി മാത്രമേ ഇപ്പോൾ ജനങ്ങളിത് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിശ്വാസ്യതയും നിഷ്കളങ്കനും ഈ പറയുന്ന നിരാലംബനും നഗ്നപാതനുമാണെന്നൊക്കെയുള്ള ഇമേജ് പോയിരിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തോട് ഒരു രാഷ്ട്രീയക്കാരനായിക്കൊണ്ടുള്ള വർത്തമാനം പറയാൻ പറയൂ. ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന പോലെ കേരളത്തിൽ എയിംസ് വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എയിംസ് വരും, വന്നിരിക്കും എന്നൊക്കെ ഒരു ഡയലോഗ് കിട്ടും, 5 ഡയലോഗ്. എയിംസിന് വേണ്ടി സ്ഥലം എവിടെ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. സ്ഥലമൊക്കെ എടുത്തിട്ട് കുറേ നാളായി, പക്ഷേ താങ്കൾ MPയുടെ പണി കൃത്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ഞാനിത് പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു മന്ത്രി എന്നുള്ള നിലക്കാണ് ഇതിലൊന്നും ഉത്തരം പറയാത്ത അഭിപ്രായം പറയാത്തത്, പകരം ഞാൻ മന്ത്രിയുടെ പണി അതിഗംഭീരമായി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. സഹമന്ത്രി എന്നൊക്കെ പറയുന്നത് ആളുകൾക്കൊരു കാറ് കിട്ടുന്ന പണിയാണ്, അല്ലാതെ വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള തള്ളുകൾ അദ്ദേഹം പലവട്ടം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് ഒരു MP ആയി ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് 10 ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള മന്ത്രിമാരെ അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചുമതല തന്നെ എന്നാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബൊക്കെ വകുപ്പുകൾ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉന്നത കുലജാതനെ ഏൽപ്പിക്കണമെന്നാണ്. പിന്നെ അദ്ദേഹത്തിന് അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനാകണമെന്നാണ്. ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ പറഞ്ഞുകൊണ്ട് പോലും കേരള സമൂഹത്തിൽ നിൽക്കാം എന്ന് പറയുന്നത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്.
പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മറുപടി തരും എന്നാണ്. ഒരു മറുപടിയും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ കിട്ടിയില്ല സുരേഷ് ഗോപി. താങ്കളുടെ കുമ്മാട്ടിക്കളി നിർത്തിയിട്ട് താങ്കൾ എന്തെങ്കിലും ഒരു മറുപടി തരൂ.